ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ടൈനി വേൾഡ്. പശുവിൻ പാലിൽ നിന്ന് ശുദ്ധമായ വെണ്ണയും അതിൽ നിന്ന് നെയ്യും എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ എളുപ്പമാണിത് ചെയ്യാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടത് ഒരു ചില്ല് കുപ്പി, അതായത് ഒരു ഗ്ലാസ് ബോട്ടിൽ അത്യാവശ്യം വലുപ്പമുള്ളത് എടുക്കുക, നല്ലപോലെ കഴുകി വൃത്തിയാക്കുക. അതിലേക്ക് നമ്മളൊരു 3-4 ടേബിൾ സ്പൂൺ മോരോ തൈരോ ഉറയായിട്ട് ഒഴിക്കുക. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ക്രീമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉറ ഒഴിക്കരുത്, കുപ്പിയിലേക്ക് നേരിട്ട് തന്നെ നമ്മൾ പാൽപ്പാട എടുക്കണം. അപ്പോൾ പാൽപ്പാട എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ, പാല് നിങ്ങൾ വീട്ടിൽ വാങ്ങുന്ന പാല്, അതായത് ഫുൾ ഫാറ്റ് ആണെങ്കിൽ അത്രയും നല്ലത്, കാരണം നമുക്കതിൻ്റെ കൊഴുപ്പാണല്ലോ ആവശ്യം. പാല് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 8 മുതൽ 12 മണിക്കൂർ വരെ വെക്കുക. അപ്പം നമുക്ക് ഈ പാലിൻ്റെ പാട, അതിൻ്റെ കൊഴുപ്പ് മുഴുവൻ ഒരു പാട പോലെ മേളിൽ നല്ല കട്ടിയായിട്ട് വന്ന് നിൽക്കും. അത് നമ്മൾ സ്പൂൺ ഉപയോഗിച്ചെടുത്ത് ഈ കുപ്പിയിലോട്ട് ഇട്ട് വെക്കുക. ഓരോ തവണ ഇട്ട് വെച്ചതിന് ശേഷം നമ്മളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക ഈ കുപ്പി. അപ്പം ഞാനിപ്പോൾ ഒരു 2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. എനിക്കൊരു 4-5 ടേബിൾ സ്പൂൺ ക്രീം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓരോ തവണയും നിങ്ങൾക്ക് കിട്ടുന്ന ക്രീം ഈ കുപ്പിയിലോട്ട് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. നിങ്ങൾക്ക് എപ്പോഴാണോ ഇത് വെണ്ണയായിട്ട് കുലുക്കി എടുക്കേണ്ടത് അന്നേരം നമ്മൾക്കിത് വെളിയിലെടുക്കാം. അപ്പം ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചതിന് ശേഷം ഒരു ദിവസം നിങ്ങൾ കാത്തിരിക്കുക. ഒരു ദിവസമെങ്കിലും പുറത്തിരുന്നതിന് ശേഷം കുലുക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് നല്ലപോലെ നമുക്ക് പുളിച്ച് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ദിവസം പുറത്ത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് ഈ കുപ്പിയിൽ കാണുന്ന ഈ ക്രീം. അപ്പോൾ അത് നമ്മളൊന്ന് നല്ലപോലെ കുലുക്കിയെടുക്കണം. അപ്പം കുലുക്കിയെടുക്കുക. അപ്പം നല്ലപോലെ ആ മോരിൽ നിന്ന് ആ വെണ്ണ ഒന്ന് വിട്ട് കിട്ടും. എന്നിട്ട് നമുക്കത് എളുപ്പത്തിൽ കിട്ടാനൊരു മാർഗ്ഗമുണ്ട്. ആദ്യം നമ്മളത് മിക്സിയിലോട്ടൊന്ന് ഇട്ട് കുറച്ച് തണുത്ത വെള്ളം ഉപയോഗിച്ച് അതൊന്ന് നമുക്ക് അടിച്ചെടുക്കണം. അപ്പം അല്ലാതെ തന്നെ നമുക്ക് കൈവച്ചാണെങ്കിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാവുന്നതാണ്. പക്ഷേ എളുപ്പത്തിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ മിക്സിയിലൊന്ന് ഇത് മുഴുവൻ ഇട്ടതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുക. എന്നിട്ടൊരു 5-6 സെക്കൻഡ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. കൂടുതൽ സമയം അടിക്കരുത്. ഇനി കൂടുതൽ സമയം അടിച്ചു പോയാൽ ചിലപ്പോൾ നമുക്കിത് വേർതിരിച്ചെടുക്കാൻ പറ്റിയില്ല എന്ന് വരും. അങ്ങനെയാണെങ്കിലും നമുക്ക് കൈവച്ചെടുക്കാനും പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു 5-6 സെക്കൻഡ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ അടിച്ചെടുത്തപ്പോൾ എന്താ കണ്ടോ, ഇപ്പോൾ ഈ മോരിൽ നിന്ന് ആ വെണ്ണ നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5-6 തവണ വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ കട്ടിയുള്ള മോരൊന്ന് മാറ്റുവാണെങ്കിൽ ഇതേ മോരിൽ നിന്ന് തന്നെ നമുക്ക് ഉറയായിട്ട് അടുത്ത തവണയ്ക്ക് വേണ്ടി എടുക്കാവുന്നതാണ്. ബാക്കി മോര് നിങ്ങൾക്ക് സംഭാരമായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കറികൾക്കായോ എന്തിനായാലും ഉപയോഗിക്കാം. അപ്പം നമ്മൾ ഈ മോരെടുത്ത് മാറ്റിയതിന് ശേഷം വീണ്ടും ഒരു 3-4 തവണ നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ഇവിടെ നമുക്ക് കിട്ടും. നല്ല ശുദ്ധമായ ബട്ടറാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് ആയിട്ടുള്ള ബട്ടറായിരിക്കും. പിന്നെ നിങ്ങളുടെ പാലിൻ്റെ, നമ്മൾ ഓരോ പശുവിൻ്റെ ഇനം ഒക്കെ വ്യത്യാസം കാണുമല്ലോ, അതിനനുസരിച്ച് നേരിയ വ്യത്യാസങ്ങളൊക്കെ കാണും. എങ്കിൽ തന്നെയും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു മായവും ഇല്ല, പ്രിസർവേറ്റീവ് ഇല്ല, ഒന്നുമില്ലാത്ത ശുദ്ധമായ ബട്ടറാണ്. നല്ല എളുപ്പമാണ് ചെയ്യാൻ. ഇപ്പോൾ കടയിലാണെങ്കിൽ ബട്ടറും നെയ്യും എല്ലാം ഒത്തിരി വിലയുമാണ് വാങ്ങാൻ. വീട്ടിലിങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സുലഭമായിട്ട് നെയ്യും ബട്ടറും ഒക്കെ വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ വെണ്ണ കഴിക്കാൻ കൊടുക്കാനും നല്ല അസൽ വെണ്ണയാണിത്. ഇപ്പോൾ ഇതാ കണ്ടോ, ഇപ്പോൾ ഞാൻ കൈ വെച്ച് ഇപ്പോൾ നല്ലപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കഴുകി മാറ്റുവാണ്. ഞാനിപ്പോൾ ഒരു 3-4 തവണ ഇതിപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഴുകി നല്ല വൃത്തിയാക്കി എടുക്കുന്ന ബട്ടർ നിങ്ങൾക്ക് അങ്ങനെ സൂക്ഷിച്ച് വെക്കാം. അതല്ല നിങ്ങൾക്ക് നെയ്യ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബട്ടറിനെ ഒന്ന്, അതായത് ഈ വെണ്ണയെ ഒന്ന് ഉരുക്കിയെടുത്താൽ നമ്മുടെ പശുവിൻ നെയ്യ് വീട്ടിൽ തന്നെ തയ്യാറാവും. അപ്പോൾ നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ അതിന് ഞാൻ ഈ ബട്ടർ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നല്ല പോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം നിങ്ങൾക്കിത് തിളപ്പിക്കേണ്ടി വരും. അപ്പോൾ തിളയ്ക്കുമ്പോൾ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇച്ചിരി കുഴിയുള്ള പാത്രം എടുക്കുക. അതുപോലെ ഇച്ചിരി അകന്ന് നിന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ കട്ട പിടിക്കാതിരിക്കാൻ. അപ്പോൾ നല്ലപോലെ ഇത് തിളച്ച് അതിൻ്റെ തിളയെല്ലാം ഒരുമാതിരിയെല്ലാം മുഴുവനായിട്ടും പോകില്ല, എങ്കിലും നല്ലപോലെ നമുക്കതിൻ്റെ ഒരു മൂപ്പിച്ചെടുക്കണം ഇത് ശരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ പരുവം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതിന് മൂപ്പ് കുറഞ്ഞു പോകുമ്പോൾ ചിലപ്പം ഒരു സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട് ഒരു 1-2 മാസം കഴിയുമ്പോൾ. അതെല്ലാം നല്ല കറക്റ്റ് പാകത്തിനാണ് നിങ്ങൾ മൂപ്പിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ നെയ്യ് വീട്ടിൽ
നല്ല ഫ്രഷായി തന്നെ ഇരിക്കും. അപ്പോൾ ഇതാ ഇവിടെ എൻ്റെ നെയ്യ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എൻ്റെ കട്ടയും കരടും ഒന്ന് മാറ്റാനൊന്ന് അരിച്ചെടുക്കണം. അത് നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചില്ല് കുപ്പികളിൽ സൂക്ഷിച്ച് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, വെളിയിൽ തന്നെ സൂക്ഷിച്ച് വെക്കുക. ഒത്തിരി ചൂടുള്ള സ്ഥലമാണെങ്കിൽ, അതും ഒരുപാട് കാലം സൂക്ഷിക്കണം എന്നുള്ളവർ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, ഒട്ടും നിർബന്ധമില്ല. അപ്പോൾ ഞാനിത് നല്ലപോലെ അരിച്ച് മാറ്റി ഒരു കുപ്പിയിലോട്ട് വെച്ചതാണ്. ഇത് നല്ലപോലെ ഒന്ന് ചൂടെല്ലാം മാറി തണുത്തൊന്ന് ഉറഞ്ഞു കിട്ടിയ നെയ്യാണ്. അപ്പോൾ ഇതാ കണ്ടോ, നമ്മൾ ശുദ്ധമായ പശുവിൻ നെയ്യാണിത്. വളരെ എളുപ്പമാണിത് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ പാല് വീട്ടിൽ മേടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ഹെൽത്തി.